അതായത് ഇപ്പൊ ഞാന് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട ബ്രഹ്മകുമാരീസിന്റെ ബാബയുടെ കൂടെ നിന്നിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ട് അതിനൊരു പാട്ടൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. അത് ഇവർക്ക് പറ്റിയില്ല. കാരണം എന്താ, ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് വിക്കറ്റ് ആയിട്ടുണ്ടാവും അവരുടെ സ്റ്റേജും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് അവരോട് ചോദിക്കാതെ വീഡിയോ എടുത്ത് ഞാനതങ്ങോട്ട് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. അതവർക്ക് പറ്റി. ഞാൻ കണക്ക് പറഞ്ഞില്ലേ, ഞാൻ ലക്ഷക്കണക്കിന് രൂപ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ ബ്രഹ്മകുമാരീസിന് ലക്ഷക്കണക്കിന് രൂപ, ലാപ്ടോപ്പ്, അത് ഇത്. എനിക്കവിടെ പൂർണ്ണമായ അധികാരമുണ്ട്. പ്രത്യേകിച്ച് കോട്ടയ്ക്കൽ സെന്ററിൽ അങ്ങനെ ഒരു സംഭവം വരുന്നതിന് വേണ്ടിയിട്ട് സങ്കല്പം, ഇവരുടെ മെയിൻ പറയുന്ന സംഭവമാണ് സങ്കല്പം. ഞാനും ചെയ്തിട്ടുണ്ട്. എനിക്ക് ആ ഊർജ്ജം അവിടെ ചെലവായിട്ടുണ്ട്. എനിക്കതിന് പൂർണ്ണമായ അധികാരമുണ്ട്. ആ പൂർണ്ണമായ അധികാരം ഉള്ളത് കൊണ്ടാണ് ഇന്നും യൂട്യൂബിൽ ആ വീഡിയോ അവിടെ നിൽക്കണം. എത്ര ആളുകൾ കണ്ടു വന്നു? 500 ചില്ലാൻ ആളുകൾ കണ്ടു കഴിഞ്ഞു. 500 ചില്ലാൻ ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. വെറുതെ കണ്ടു കഴിഞ്ഞു. ഞാൻ അയച്ചു കൊടുത്തത് കുറെ പേരുണ്ടെങ്കിലും അയക്കാതെ തന്നെ അത് കണ്ടു വന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അത് അവിടെയുള്ള ഒരു വെള്ള സാരി എടുത്തവന്റെ വെള്ള ജുബ്ബ എടുത്തവന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വത്ത് കൊണ്ടല്ല. അതിലെനിക്കും ഭാഗമുണ്ട്, എനിക്കും അനുഭവമുണ്ട്, എനിക്കും അതിന്റെ അവകാശമുണ്ട്. ഇനി നിങ്ങൾ ഓരോരുത്തർക്ക് വരുമ്പോൾ അവിടെ നിന്ന് കയറി സ്റ്റേജിൽ, പുറമെ ഉള്ളവർക്ക് വരികയാണെങ്കിൽ സ്റ്റേജിൽ കയറി നിന്ന് പാട്ടെടുക്കാൻ അവരുടെ അനുവാദം ഒന്നും ആവശ്യമില്ല. ഒരു പെർമിഷന്റെ ആവശ്യമില്ല. ബ്രഹ്മകുമാരീസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാല് പബ്ലിക്കാണത്. പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സേവാസ്ഥാനാണ്. പബ്ലിക് സേവാ സെന്റർ. ഇപ്പൊ റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് സേവാ സെന്റർ ആണ്, പബ്ലിക് സേവാസ്ഥാനാണ്. അവിടെ ചില ഏരിയ, ചില റൂമുകൾ അവിടെ കയറുമ്പോൾ മാത്രമേ നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കേണ്ടതുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ സ്റ്റേഷൻ മാസ്റ്റർ റൂമിൽ കിടന്നൂടെ? കിടക്കാം. നമ്മൾ തളർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ റൂമിലേക്കാണ് ബോഡി എടുത്ത് കിടക്കുക, പുറത്തൊന്നും കിടത്താൻ പറ്റിയില്ലെങ്കിൽ. അല്ലാത്ത സമയത്ത് അവിടെ പല സ്ഥലങ്ങളും ഉണ്ട് എന്ന് മാത്രം. അർജന്റ് ആണെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ RPF ഉപയോഗിക്കുന്ന ബാത്റൂം ഉപയോഗിക്കാനുള്ള പൂർണ്ണമായ അധികാരം നമുക്കും ഉണ്ട്. കാരണം അത് പബ്ലിക്കാണ്. റെയിൽവേ പബ്ലിക്കാണ്, പൊതുസ്ഥാപനമാണ്. അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടി വരും. ഇപ്പൊ നമ്മൾ അവിടെ ബാത്റൂം ഉപയോഗിക്കുകയാണ്, 1 രൂപ കൊടുത്ത് ഉപയോഗിക്കണം. ബാത്റൂം വൃത്തിയില്ല, തീർച്ചയായിട്ടും വൃത്തിയുള്ള ബാത്റൂം അവിടെ വേറെ ഉണ്ട്, ഉപയോഗിക്കാം. അതിൻ്റെതായ രീതിയിൽ പോകണം. നേരെ മറിച്ച് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററോ അല്ലെങ്കിൽ അവർക്കായിട്ട് സ്പെഷ്യൽ ബാത്റൂം വേറെ ഉണ്ട്, അതിന് പൈസ കൊടുക്കണ്ട. അത് അവർക്ക് വേണ്ടിയുള്ളത് തന്നെയാണ്. കാരണം അവിടുത്തെ തൊഴിലാളികളുടെ ഒരു അക്ഷീണ സേവനം തന്നെയാണ് അതിനെ ഒരു ഭംഗിയിൽ മുന്നോട്ട് പോകണം. എന്നാലും അർജന്റായിട്ട് പോകേണ്ടി വരികയാണെങ്കിൽ, മറ്റു ബാത്റൂമുകളിൽ കംപ്ലൈന്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെയിൽവേ ആണെങ്കിലും വിമാനത്താവളമാണെങ്കിലും മറ്റേത് സ്ഥലങ്ങളാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഒരു 10 മിനിറ്റ് ഇരിക്കണമെങ്കിൽ, മറ്റെവിടെ ഇരിക്കാൻ ഒരു നിവർത്തിയില്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ റൂമിൽ പോയിട്ട് ഇരിക്കാം. റെയിൽവേയുടെ സംബന്ധിച്ച് ബ്രഹ്മകുമാരീസിൽ ചില സ്ഥലങ്ങളിൽ ചില സമയത്ത് ഓക്കെ, അവർ പറഞ്ഞത് കറക്റ്റാണ്. അത് ഒരു ഒഫീഷ്യൽ തന്നെയാണ്, ആ സ്റ്റേജ് ഒഫീഷ്യലാണ്. അവിടെ ആരും ഇല്ലാത്ത സമയത്ത് കയറി നിന്ന് വീഡിയോ എടുത്ത് എന്നോട് അവര് കളിച്ചു. ഈ ബ്രഹ്മകുമാരീസിലുള്ള വ്യക്തികൾ ചേർന്ന് ഒന്ന് കളിക്കാൻ നോക്കി. ഞാൻ ആ വീഡിയോ എടുത്ത് അതിന് ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു പാട്ടും കയറ്റിയിട്ട് യൂട്യൂബിൽ കയറ്റിയപ്പോൾ ഒരു ചതി എന്നോട്. ഞാനതിന് പൂർണ്ണമായും അവകാശി തന്നെയാണ്. അവർക്ക് ഒരു കാരണവശാലും അതെടുത്ത് ഒഫീഷ്യലായിട്ടോ ഏതെങ്കിലും രീതിയിൽ പരാതിപ്പെട്ടിട്ടോ എനിക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള പരിപൂർണമായ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നെ ഇതിന് ബ്രഹ്മകുമാരി 0001 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതില് ഈ സത്യം പറഞ്ഞാല് ഈ മൈക്ക് കറക്റ്റായിട്ട് കുടുങ്ങിയില്ല, അതുകൊണ്ടാണ് ശബ്ദം കുറച്ച് കുറഞ്ഞത്. എന്നാലും കേൾക്കണ്ടാവും, കേട്ടു. 500 ആളുകൾ അതും കണ്ടു, 500 ചില അങ്ങനെന്തോ അതും ആളുകൾ കണ്ടു. അതിൽ 4-5 ആളുകൾക്ക് മാത്രമേ അഭിപ്രായം ഉണ്ടായിരുന്നുള്ളൂ, ശബ്ദം കേട്ടില്ല, പ്രായമായ ആൾക്കാരാണ്, അവർക്ക് കേട്ടില്ല. അവർ സത്യമാണ്. എനിക്ക് തന്നെ മെസ്സേജ് അയച്ച ആളുകളും എനിക്കറിയാം, നല്ല പ്രായമുണ്ട്, അവർക്ക് ശബ്ദം കേൾക്കാൻ കുറച്ച് പ്രയാസമുണ്ട്.
ഞാൻ കേട്ടു നോക്കി, കേൾക്കുന്നൊക്കെ ഉണ്ട്. ഫുൾ വോളിയത്തിൽ ഇടണം, അല്ലെങ്കിൽ ഹെഡ്സെറ്റ് ഇട്ട് കേൾക്കണം. പക്ഷെ അതില് ഇത്ര തന്നെ ഒരു വ്യക്തത ഉണ്ടാവില്ല. ചതി. ബ്രഹ്മകുമാരീസില് ധൈര്യമായിട്ട് ആർക്കും കയറിച്ചത്, ഇനി എനിക്കും കയറിച്ചത്, എനിക്ക് ഇനിയും കയറിച്ചത്. നീ പാലക്കാടും കോട്ടയ്ക്കലും ഒക്കെ എനിക്ക് ഇനിയും കയറിച്ചത്. ഒരാളും ഇറങ്ങിപ്പോ എന്ന് പറയൂല. പക്ഷെ ഞാനായിട്ട് വേണ്ടാന്ന് വെച്ചാൽ എനിക്കിനി കുറച്ച് കാര്യങ്ങൾ പറയാൻ പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഇതിങ്ങനെ ഇപ്പൊ വാട്സപ്പ് വഴി ഞാൻ അയച്ചു കൊടുക്കുന്നില്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട്. 10-30 ആളൊക്കെ വെച്ചിട്ട് ദിവസം 30-40 അങ്ങനെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. പിന്നെ മാസങ്ങളെടുക്കുമ്പോൾ ആളുകൾ കണ്ടോളും. ഇനി നിങ്ങൾക്കിത് ബോധ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുത്തോ, നിങ്ങൾക്ക് അയക്കാലോ. ഇപ്പൊ എന്റെ പണി മാത്രമൊന്നുമല്ലല്ലോ, ഞാൻ കുറെ പേർക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു. 600 പേരുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്കാണ് ആദ്യം അയക്കാറ്. അതില് ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ഓണറാണ്. അപ്പൊ എന്നെ അതിന്ന് അവർ തട്ടാൻ നോക്കിയിട്ട് നടന്നില്ല. പക്ഷെ ഇപ്പൊ വാട്സപ്പ് ബാനായി കിടക്കുന്നതുകൊണ്ട് ഇനി അവർക്ക് എന്ത് വേണേലും ചെയ്തോട്ടെ, എന്നെ സംബന്ധിച്ച് അത് വലിയ വിഷയമില്ല. ഞാനിപ്പോ ഇത് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇങ്ങനെ വന്ന് വലിയ ഷോ ഒന്നും ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുള്ള ആളല്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്റെ ഈ പ്രായത്തിൽ പറയണ്ടേ. നാളെ മറ്റന്നാളോ പ്രായം കൂടി വയ്യാതെ കുറച്ച് വലിയ ഇല്ലാതാവുന്ന സമയത്ത് എനിക്കൊരൊറ്റ നിവർത്തിയുള്ളൂ, ബാബയെ ഓർമ്മിക്കാൻ മിണ്ടാതെ കിടക്കുക. അത് ഞാൻ ചെയ്തോളാം. കാരണം അത് എനിക്ക് നന്നായിട്ട് എങ്ങനെ ഓർമ്മിക്കണം, ഏതൊക്കെ രീതിയിൽ ഓർമ്മിക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതിന് വേണ്ട ഒരു തയ്യാറെടുപ്പുകൾ ഞാൻ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മാത്രം വേണ്ട അന്ത്യത്തിലും ബാബയെ ഓർമ്മിച്ച് ശരീരം വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗം ഞാൻ നടത്തിക്കൊണ്ടിരിക്കും. അതിന് എനിക്ക് എന്റെ മാത്രം കാര്യമല്ലല്ലോ, ബാബയുടെ കൂടെ കാര്യമല്ല. ബാബ അതിന് വേണ്ടത് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, ഞാൻ എൻ്റെതായ ഭാഗത്തിൽ പ്രാക്ടീസ് ചെയ്യും. ബ്രഹ്മകുമാരീസിൻ്റെതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യട്ടെ. അവര് ചെയ്യുന്ന ചതി, അതായത് കോടിക്കണക്കിന് രൂപ അവർക്ക് വരുന്നുണ്ട്, ലക്ഷങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അവരിന്നും പോയിട്ട് ഓരോ സ്ഥലങ്ങളിലെ സേവനത്തിനും ഇറക്കണം. നിങ്ങൾ കുറച്ച് സ്ഥലം ഒരുക്കി തരൂ, ഞങ്ങൾ ഇത്രയും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് സേവനം ചെയ്തു തരാം. അവര് തന്നെ വേണം പന്തലിടാൻ. അവരിനി പന്തലിട്ടില്ലെങ്കിലും ഇട്ട പന്തലിൽ അവർ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പണം നൽകണം എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ ശിവാനി സിസ്റ്റർ ഡൽഹിന്ന് വരുമ്പോൾ പാലക്കാട് വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് സേവനം നടന്നിട്ടുണ്ടായിരുന്നത്. 2 ലക്ഷം രൂപ ഈ ബ്രഹ്മകുമാരീസാണ് കൊടുത്തത്. അവിടുത്തെ ഓഡിറ്റോറിയത്തിന്റെ ചാർജ് മാത്രം 2 ദിവസത്തിന്. അതും ചെറിയ മണിക്കൂർ, വളരെ കുറഞ്ഞ മണിക്കൂർ ശിവാനി സിസ്റ്റർ സംസാരിക്കാൻ വേണ്ടി മാത്രം ചെലവായ സംഭവം മാത്രം. 1 മണിക്കൂറോ 2 മണിക്കൂറോ പബ്ലിക്കിന്റെ ഒരു പ്രോഗ്രാം, സൗജന്യമാണ് നോക്കണം. പബ്ലിക്കിന് ഒരു ചെലവില്ല. 2000 പേർക്ക് അവര് എഴുതി അവരെടുത്ത ലിസ്റ്റിലുള്ളവരെ മാത്രം, അതായത് അമിതമായ ആള് കൂടുതലായ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ അതിനൊരു ആപ്പൊക്കെ തയ്യാറാക്കി, ചെലവുകാരിട്ട് ആപ്പ് തയ്യാറാക്കാൻ ചെലവ്, ഇത്രയും ജനങ്ങളെ ക്ഷണിക്കാൻ പോവാൻ നോട്ടീസിന് വേണ്ടിയിട്ട് വേറെ ചെലവ്, 10,000-10,000 കണക്കിന് നോട്ടീസ് ചെലവാക്കുമ്പോഴാണ് ഈ 2000 പേര് വരുന്നത്. അപ്പൊ ഒരു നോട്ടീസിന് 10,000, 1 രൂപ വെച്ചിട്ട് കൂട്ടുകയാണെങ്കിൽ 10,000 രൂപ, അത് വേറെ ചെലവ്. പിന്നെ നിരവധി സേവാധാരികൾക്ക് നോക്കണം. ഒരു വാക്ക് എന്നോട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് യൂട്യൂബിൽ ഇട്ടാല് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ വരും. വേറെന്താ പറയണം, യൂട്യൂബിലിട്ട തേങ്ങ വരും. അത് അത്രയും ജനങ്ങൾ പോയി സ്നേഹത്തോടെ ക്ഷണിച്ചതിൻ്റെ, അവിടെ ഓരോരുത്തർ പോയി നല്ല സേവനം ചെയ്തതിൻ്റെ ആ ഒരു വൈബ്രേഷനിലാണ് അത്രയും പേര് അവിടെ വന്നത്. വെറും 2 മണിക്കൂറിന് വേണ്ടിയിട്ട് 2 ലക്ഷത്തിലധികം ചെലവ്. 2 ലക്ഷം അല്ല, 2-3-4 ലക്ഷം രൂപ അവിടെ വന്ന് ചെലവായിട്ടുണ്ട്. ബ്രഹ്മകുമാരീസ് ചെയ്തതാണ്. പാലക്കാട് SJB സോണലിന്റെ ഒരു ഐഡിയാസ് ആയിരുന്നു. അതിലേക്കും നമ്മൾ പണം കൊടുത്തിട്ടുണ്ടേ. അതിന്റെ അഭിപ്രായം പറയാൻ എനിക്ക് പറ്റും, നന്നായി പറഞ്ഞു. അവിടെ ബാനറിന് സേവ. അപ്പൊ സനൽ ഭായി 1000 രൂപ പോട്ട്, അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്നത്. പിന്നെ നമ്മൾ ദിവസങ്ങളും ചെലവാക്കിയിട്ട് നേരെ അവിടെ പോയിട്ട് സേവനം ചെയ്തോണ്ട്, എനിക്കിവിടെ പണി വേറെ ഉണ്ടെങ്കിലും ഈ സേവനത്തിന് ഞാനും പോവാണേ. അപ്പൊ എൻ്റെ 6 ദിവസത്തെ ചെലവുകൾ നമ്മൾ സേവനം ഫ്രീ ആയി ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ എത്ര പേര്
അങ്ങനെ എത്ര പേര്, അങ്ങനെയുള്ള ഓരോ വ്യക്തികളെയാണ് ഇവർ പിണക്കുന്നത്. അതിലിപ്പോ ഒന്ന് ഞാൻ പിണങ്ങിയില്ലേ, ഞാൻ പിണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ അവര് മിത്രമാക്കേണ്ട കല അവരുപയോഗിച്ചില്ല. അവര് നമ്മളെ മിത്രമാക്കേണ്ട കല അവരുപയോഗിച്ചില്ല. അവര് നന്നായി പെരുമാറേണ്ട കല അവരുപയോഗിച്ചില്ല. എപ്പോ ഉപയോഗിക്കും? ഉപയോഗിച്ചാൽ മതി, എനിക്ക് നിങ്ങളോട് ഒരു കണക്കുമില്ല. പക്ഷെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഈ 2 മണിക്കൂർ അത് കഴിഞ്ഞിട്ട് നമ്മള് BKS വേണ്ടിയിട്ട് ശിവാനി സിസ്റ്റർ തരുന്ന സമയം 1 മണിക്കൂറൊക്കെയാണ്. 1 മണിക്കൂർ കുറച്ച് സമയം സംസാരിച്ചു. പക്ഷെ നല്ലത് കിട്ടിയിട്ടോ, എനിക്ക് കിട്ടേണ്ടതായിരുന്നു കിട്ടി. ശിവാനി സിസ്റ്റർ സംസാരിച്ചതെന്ന് എനിക്ക് കിട്ടേണ്ടത് കിട്ടി. നല്ല അനുഭവം കിട്ടി. അതുപോലെ തന്നെ ഒരു 1-2 പോയിന്റ്സ്, ആ പോയിന്റ്സ് മാത്രം ഞാൻ ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല സേവാദാരി ശിവാനി സിസ്റ്റർ, നല്ല സേവാദാരി. പക്ഷെ വെറും 3 മണിക്കൂർ മാത്രം ഉള്ള ഒരു സേവനത്തിനായി ശിവാനി സിസ്റ്ററുടെ പുസ്തകം അന്ന് അവിടെ പബ്ലിഷ് ആയിട്ടുണ്ട്. മലയാളത്തിലുള്ള എഡിഷനോ ഇംഗ്ലീഷിലുള്ള എഡിഷനോ. അതിൻ്റെ ഒക്കെ കാര്യങ്ങൾക്കുള്ള പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഇവർ ഈ പണം ചെലവാക്കിയത്. ചതിയാണത്, സത്യം പറഞ്ഞാൽ ചതിയാണ്. സാധാരണ രീതിയിലുള്ള സേവനത്തിന് ഇത്ര രൂപയൊന്നും ചെലവാക്കണ്ട. സൗജന്യ സേവനമാണ് ബ്രഹ്മകുമാരീസ്. അപ്പൊ അവർക്ക് അത് സൗജന്യമായിട്ട് വളരെ സിമ്പിളായി ചെയ്യേണ്ട കേസേ ഉള്ളൂ. അതിലേക്ക് വേണ്ടി പണം ചെലവാക്കണം. ഈ ഡൽഹിയിൽ നിന്ന് ശിവാനി സിസ്റ്റർ വരുന്നതിന്റെ ഫ്ലൈറ്റ് ചാർജും മറ്റു ചാർജുകളൊക്കെ വേറെ ഏതൊക്കെയോ സെന്ററുകളാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ശിവാനി സിസ്റ്റർ തന്നെ സ്വന്തം പണം കൊടുത്തിട്ട് വരുന്നുണ്ട്. നല്ല ചെലവ്. ഇനി വേറുള്ളവരൊക്കെ വന്നിട്ടുണ്ട്, അതിനൊക്കെ ഭയങ്കര ചെലവ് വേറെ ഉണ്ടായിട്ടുണ്ട്. ജാനകീദാദി പണ്ട് വന്നിരുന്നതിന്റെ ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്തിട്ടാണ് അത്ര വന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് കേട്ടിട്ടുള്ളൂ. അതിന്റെ ചെലവും ബ്രഹ്മകുമാരീസ് എടുക്കും. എത്ര ലക്ഷം രൂപ. ഇനി ഈ പാലക്കാട് സോണലിന്റെ അടുത്ത് അതിന്റെ മെയിനായിട്ട് നമ്മുടെ ചെന്നൈ സോണലിൽ നിന്ന് ദീദി വരും. അപ്പോഴും കൊടുക്കണം പണം. ഈ ബ്രഹ്മകുമാരീസ് അവിടേക്ക് പണം കൊടുക്കണം. നോർമലി ഇവിടുത്തെ എല്ലാ മാസത്തെയും കണക്കും കാര്യങ്ങളും കഴിച്ചിട്ട് ബാക്കിയുള്ള പണം അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതുകൂടാതെ അവരിങ്ങോട്ട് സേവനം ചെയ്യാൻ വരുന്നതിന് വേറെയും പണം കൊടുക്കണം. ഇതൊക്കെ കേട്ടറിവാട്ടോ, ഞാൻ കൃത്യമായിട്ട് അറിയില്ല. അതിൻ്റെയൊക്കെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാലേ അറിയുള്ളൂ. പണം വേണ്ട രീതിയിൽ പണം വരുന്നുണ്ട്, പക്ഷെ വേണ്ട രീതിയിൽ അവർ ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട്. വേണ്ടതായ രീതിയിൽ ഉപയോഗിക്കണില്ല. ഞാനിപ്പോ അത് പരാതിപ്പെടേണ്ട, ആരോടും പറയണ്ട. പക്ഷെ 4-5 ആളുകൾ അറിഞ്ഞിരിക്കട്ടെ. ഇപ്പൊ ഇതിൽ 10-30 ആള് കാണണ്ടല്ലോ, 30 ആളെങ്കിലും അറിയട്ടെ. 30 ആളുകൾ അറിയട്ടെ. ചതിയുണ്ട്. ബ്രഹ്മകുമാരീസിന്റെ സേവനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചതികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും അവരെന്ത് ചെയ്യണം, എന്നാ അവരെന്താണ് ചെയ്യാതിരിക്കുന്നത്. ഇത് ബ്രഹ്മകുമാരീസിൽ മാത്രമൊന്നുമല്ലട്ടാ, മറ്റ് സേവന സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്, മറ്റുള്ള പല പല സ്ഥലങ്ങളിലും. പക്ഷെ അവിടെ നിന്ന് എനിക്ക് വലിയ പരിചയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിന്റെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. എനിക്കെങ്ങനെ പറയാൻ പറ്റും? ഞാൻ അവരായിട്ട് വലിയ പരിചയമുണ്ട്. ഇപ്പൊ മാതാമൃതാനന്ദമ ആയാലും സായിബാബ ആയാലും ഇഷ ഫൗണ്ടേഷൻ ആയാലും ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും എനിക്ക് പരിചയമുണ്ട്. ഞാൻ അവിടെ പോയിട്ട് 1 മണിക്കൂറിന്റെ പരിചയം പോലെ. അതുകൊണ്ട് എനിക്ക് അവിടെ ചതികൾ നടക്കുന്നുണ്ടോ ഇല്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇവിടെ ചതി നടക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ സ്നേഹത്തോടെ നമ്മളെ വിളിക്കും, സൗജന്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിപ്പിച്ചു തരും. പിന്നെ അവർക്ക് വേണ്ടത് പണം മാത്രം. പിന്നെ അവർ അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് ഓരോ വ്യക്തികളിൽ നിന്നും പണം മാത്രം. പണമല്ല വേണ്ടത്, അറിവ് ഷെയർ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും അറിവ് ഷെയർ ചെയ്യുക. അവിടെ വരുന്ന ഓരോ വ്യക്തികളും അറിവില്ലാത്തവന്മാരല്ല. നല്ല നല്ല വർഷങ്ങളായി നല്ല കർമ്മം ചെയ്ത് നല്ല രീതിയിലുള്ള റിട്ടയർഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ അവിടെ വരുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പേടിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. കർമ്മം, ആ കർമ്മം ചെയ്താൽ ഇങ്ങനെ, ഈ കർമ്മം ചെയ്താൽ അങ്ങനെ, കർമ്മം ചെയ്തത് എന്താണോ അത് അവനാ അനുഭവിക്കണം. അതിപ്പോ ഞാനായാലും ശരി, റിട്ടയർഡ് ആയിട്ടുള്ള ജഡ്ജി ആയാലും ശരി, സുപ്രീം കോടതി ജഡ്ജി ആയാലും ശരി, ഹൈക്കോടതി ജഡ്ജി ആയാലും ശരി, പ്രധാനമന്ത്രി ആയാലും ശരി, രാഷ്ട്രപതി ആയാലും ശരി, കർമ്മം ചെയ്താലും നല്ല കർമ്മം ചെയ്താൽ നല്ലതും മോശ കർമ്മം ചെയ്താൽ മോശം. അത് അനുഭവിക്കുക തന്നെ വേണം. പക്ഷെ അതിനും വിധിയുണ്ട്. ഇതിന് മരുന്നുണ്ടല്ലോ, മറുമരുന്നുണ്ടല്ലോ. ഏത് രീതിയിലാണോ നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിരിക്കും. നല്ല നല്ല ചികിത്സകളുണ്ട്. ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട്, നാച്ചുറോപ്പതി ഉണ്ട്, പിന്നെ സിദ്ധവേദങ്ങളുണ്ട്, അനവധി ചികിത്സാ രീതികളുണ്ട്. ഇതിലേതാണ് ഏറ്റവും ബെറ്റർ എന്ന് നോക്കിയിട്ട് ചികിത്സിക്കുന്നത് പോലെ ഇരിക്കും ഓരോരുത്തരുടെ അസുഖം പെട്ടെന്ന് മാറുന്നതും അതിൻ്റെ പരിണിത ഫലങ്ങൾ. അതായത് ഇപ്പൊ അലോപ്പതി ആണെങ്കിൽ അസുഖം പെട്ടെന്ന് മാറും.
പക്ഷെ പരിണിത ഫലം, അതായത് ഷുഗറിന് ഗുളിക കുടിക്കാൻ തുടങ്ങും. അപ്പൊ ഷുഗറും ഒക്കെ നല്ല നോർമൽ റേഞ്ച് ആവും. പക്ഷെ അപ്പോഴേക്കും ഈ കഴിക്കുന്ന ഗുളിക കാരണം ലിവറിന് ചെറിയ പ്രയാസം വരാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞ്. ഇനി ആയുർവേദം എടുക്കുകയാണെങ്കിൽ, ആയുർവേദത്തിലേക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു അസുഖമായിട്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ ആദ്യം എല്ലാം കൂടെ ഒന്നുകൊണ്ട് പുറത്തേക്ക് വന്ന് പിന്നെ പതുക്കെ അസുഖം മാറും. ഈ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക ലിവറോ അല്ലെങ്കിൽ കിഡ്നിയോ എന്തെങ്കിലും ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വീക്കാവും. പിന്നെ നാച്ചുറോപ്പതി. അതിൻ്റെ അവസ്ഥ എങ്ങനെയാന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ഡോക്ടേഴ്സിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ചില ഡോക്ടേഴ്സ് മാത്രമേ നാച്ചുറോപ്പതി യഥാർത്ഥ രീതിയിൽ അറിഞ്ഞ് അതേപോലെ ചെയ്യുന്നവരുള്ളൂ. ആ ഡോക്ടേഴ്സിന്റെ പ്രായം, അവരുടെ അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്നിവ നോക്കിയിട്ട് മനസ്സിലാക്കണം. കാരണം നാച്ചുറോപ്പതി ആയിട്ട് നല്ലൊരു ശതമാനം ആളുകളും പോകല് അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി ഇതൊക്കെ തോൽക്കണ സമയത്താണ് കൂടുതൽ ആളുകൾ ഈ നാച്ചുറോപ്പതിയിലേക്ക് പോകല്. അവസാനം ഒരു എന്താ പറയുക, ഉണങ്ങിയ മരക്കഷ്ണമായിട്ടാണ് പോവാറ്. ജീവനുള്ള മരക്കഷ്ണമായിട്ട് പോവാറില്ല. ജീവനുള്ള മരം ആയിട്ട് പോയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോഴേ ശരിക്കും അതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റൂ. ഇത് എല്ലതും കഴിഞ്ഞിട്ടാണ് ഒരുവിധ ആളുകളും ഈ നാച്ചുറോപ്പതിയിലേക്ക് പോവുക. അപ്പൊ അതിന്റെ യഥാർത്ഥ രീതിയിലുള്ള സത്ത, അതിന്റെ ഒരു അനുഭവം മുഴുവനായിട്ട് ഏറ്റെടുക്കാൻ, അനുഭവിക്കാൻ ചിലർക്ക് കഴിയില്ല. ഇതുപോലെ തന്നെയാണ് ആത്മീയതയിൽ പല സ്ഥലങ്ങളിലും പോയി 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 അവസാനം എത്തുന്നവരുണ്ട്. ബ്രഹ്മകുമാരീസ് അവസാനം എത്തുന്നവരുണ്ട്. അവർക്ക് ഇതിന്റെ ഒരു റിയൽ ഗുട്ടൻസും കാര്യങ്ങളും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം, ശരിക്കും അങ്ങോട്ട് ഫലിക്കൂല. ഇനി എല്ലാ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും ശരി, അതൊന്നും ഉൾക്കൊള്ളാതെ വരുന്നവരുണ്ട്. അതിലൊക്കെ പെട്ടതാണ് ഞാനൊക്കെ. ഞാൻ എല്ലായിടത്തും പോയിട്ടുണ്ട്, എല്ലായിടത്തും പോയിട്ടുണ്ട്. മാതാമൃതമായി, സായിബാബ, ഈശ ഫൗണ്ടേഷൻ, അങ്ങനെയുള്ള ഏതെല്ലാം ആത്മീയത ഉണ്ടോ, അമ്പലങ്ങളുണ്ടോ, ഏതേത് രീതിയിലുള്ള കൂടോത്രങ്ങൾ, എന്തൊക്കെ നല്ല നല്ല താന്ത്രിക വിദ്യകൾ, എല്ലാ സ്ഥലങ്ങളുണ്ട്, എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ പോയിട്ട് ഞാൻ അവസാനം അതൊന്നും എനിക്കിഷ്ടമാവാതെ ഞാൻ ബ്രഹ്മകുമാരീസിൽ എത്തപ്പെട്ടു. അത് 15 വർഷങ്ങൾക്ക് മുമ്പേ. അതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെയും ഞാൻ പോയിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പറയുന്നത് പിന്നെയും കേൾക്കുന്നുണ്ട്, ഇന്നും കേൾക്കുന്നുണ്ട്. ഒന്നും മോശമല്ല. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ക്വാളിറ്റീസ് ഉണ്ട്. അവസാനം വരെ അതിന്റെ ക്വാളിറ്റീസ് ഉണ്ടാവും ചെയ്യും. പക്ഷെ അതിലൊക്കെ അതിന്റെ ദുർഗുണങ്ങളും ഉണ്ട്. ഓരോന്നിനും അതിൻ്റെതായ ദുർഗുണങ്ങളും ഉണ്ട്. അതാണ് ഈ ചതി എന്ന് പറഞ്ഞത്. എന്തിനും അതിന്റെ നന്മയുണ്ട്, ഏതൊന്നിനും അതിൻ്റെ ഒരു തിന്മയുണ്ട്. അതിലേതാണ് നന്മ, ഏതാണ് തിന്മ, അത് നന്നായി തിരിച്ചറിയണം. ഇപ്പൊ എന്നിൽ ഒരുപാട് നന്മകളുണ്ട്, ഇതേപോലെ തന്നെ എന്നിൽ ഒരുപാട് തിന്മകളുണ്ട്. എന്നിലും ഉണ്ട് ഈ സംഭവമൊക്കെ. നന്മയുണ്ട്, തിന്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് പോലും എടുക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ബുദ്ധിയുണ്ട്. അവരവരുടെ ബുദ്ധിക്കനുസരിച്ച് വേണം ഓരോന്ന് ചിന്തിക്കാൻ. എന്നിട്ട് വേണം കർമ്മം ചെയ്യാൻ. ഞാനും കർമ്മത്തെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ച് വന്ന് എനിക്ക് അവസാനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിന്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുക. കൊടുത്തത് കിട്ടും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. പിന്നെ എവരി ആക്ഷൻ ആസ് ഈക്വൽ ടു റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ. പിന്നെ എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് വൺ ഫോം ആൻഡ് ചേഞ്ച് ടു അനദർ ഫോം. ഊർജത്തെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ സാധിക്കില്ല, പക്ഷെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് ശരിക്കും അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ ഓരോ വ്യക്തിയുടെ അന്ത്യത്തിലെ മനസ്സിലാവും. സംഗതി വളരെ കുറഞ്ഞൊരു സെക്കൻഡിന്റെ പരിപാടിയാണ്. ഭഗവാൻ പറയുന്നതാണ് ഇത് വളരെ കുറഞ്ഞ സെക്കൻഡ്. പക്ഷെ ആ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ലാസ്റ്റാണ്. ആ വ്യക്തിയുടെ ഈ ലാസ്റ്റിൽ വന്നിട്ട് ഇയാൾക്ക് ഈ എല്ലാ സെക്കൻഡിന്റെയും കാര്യങ്ങൾ പറയാനൊന്നും കഴിയില്ല. അപ്പൊ ബ്രഹ്മകുമാരീസിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ബ്രഹ്മബാബ, ആ ബ്രഹ്മബാബയ്ക്ക് ആ ലാസ്റ്റ് സമയമാണ് അതിന്റെ ആ റിയാലിറ്റിയിൽ, ആ അനുഭവത്തിൽ ഈ ശരീരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ബാബയുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നത്.
ആ വ്യക്തിക്കും അവസാനത്തിലല്ല പറയണം. ആ വ്യക്തി വർഷങ്ങളോളം പറഞ്ഞു വെച്ച പല പല കാര്യങ്ങളുണ്ട്, ചെയ്തു വെച്ച പല പല കാര്യങ്ങളുണ്ട്, എന്നാൽ ചെയ്യാതെ വെച്ച ചില കാര്യങ്ങളുണ്ട്. തിരുത്തിയില്ല കുറേ കാര്യങ്ങൾ ആൾക്ക് നന്നായിട്ട് അറിയായിരുന്നു. കുറേ വ്യക്തികളിലൂടെ തിരുത്തപ്പെടേണ്ട കുറേ സംഭവങ്ങൾ, കുറേ മോശങ്ങളുണ്ട്, സംഭവിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, തിരുത്തിയില്ല. 12 ഗുരുക്കന്മാരുണ്ടായിരുന്നു ബ്രഹ്മബാബയ്ക്ക്. അപ്പൊ അവരൊക്കെ ബഹുമാനിക്കുക. അതുകൊണ്ട് പലതും കേട്ട് 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 പല കാര്യങ്ങളും തിരുത്തിയില്ല. കാരണം എന്താ? ഒരു ഭയം. കർമ്മത്തിന് ഭയം വേണം, കർമ്മത്തിൽ ചെറിയൊരു ഭയം വേണം. ഇന്ന് എനിക്ക് ആ ഭയമില്ല.